കുടുംബ അവസ്ഥകൾ എന്ന സാബത്ത് സ്കൂൾ പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കുടുംബ അവസ്ഥയിൽ എപ്രകാരമാണ് ഓരോ വ്യവസ്ഥകളിലും അവസ്ഥകളിലും ദൈവവചനത്തിന് അധിഷ്ഠിതമായി നമുക്ക് കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം കഴിയുന്നത് എന്ന് ഈ പരമ്പരയിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം പങ്കുചേരുക. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് കുടുംബ അവസ്ഥകൾ എന്നുള്ളതായ പാഠമാണ്. നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനുള്ളത് ജീവിതത്തിൻ്റെ താളങ്ങൾ എന്നുള്ള പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി രണ്ട് പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ അനിൽ ഇന്ന് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പാസ്റ്റർ സി ഡി മാത്യുവും ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു. ക്വാർട്ടർ മുഴുവനും നാം പഠിക്കുന്നത് കുടുംബത്തിൽ ഉണ്ടാകുന്നതായ വ്യത്യാസങ്ങൾ, അവസ്ഥകളുടെ മാറ്റങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവൻ്റെ ഘട്ടങ്ങൾ, ഇവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഈ ആഴ്ച പഠിക്കുവാനുള്ളത് ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു മനുഷ്യൻ്റെ പ്രാരംഭ ദിശയിലുള്ളതായ മാനുഷിക ഘടന, ശരീരത്തിലുള്ളതായ ഘടനയ്ക്കുണ്ടാകുന്നതായ മാറ്റങ്ങളെയും ആയതുപോലെ ദൈവസൃഷ്ടിയുടെ ആരംഭത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത്, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നീ വക കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മനപ്പാഠവാക്യം പറയുന്നത്. സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. ദൈവം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു. ദൈവ സൃഷ്ടി എല്ലാം പരിപൂർണതയിലായിരുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ അറിയിക്കുന്നത്. ഈ സൃഷ്ടിപ്പിൻ്റെ ഓർഡർ, അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന് നിയമം അല്ലെങ്കിൽ ചിട്ട അല്ലെങ്കിൽ ക്രമം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മിസസ് ഇജുവേറ്റ് എഴുതിയിരിക്കുന്ന ഒരു വാചകം, ഓർഡർ ഈസ് ഹെവൻസ് ഫസ്റ്റ് ലോ. ഈ നിയമം അല്ലെങ്കിൽ ചിട്ട അല്ലെങ്കിൽ വ്യവസ്ഥ എന്നുള്ളത് സ്വർഗത്തിൻ്റെ പ്രാഥമിക നിയമങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് ഭൂമിയിലും കാണാൻ സാധിക്കും. എന്നാൽ പാപത്തിന് ശേഷം ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പ്രകൃതിയുടെ തന്നെ ആ പ്രവർത്തനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന നിലയിലല്ല ഇന്ന് കാണുന്നത്. ചില വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ൽ പറയുകയാണ്, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ഇത് ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയോട് സംസാരിക്കുന്ന കാര്യമാണ്. ഭൂമി ഉള്ള കാലത്തോളം ഈ ക്രമങ്ങളെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്റർ, ഈ പാപത്തിന് ശേഷം ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നാം പാഠത്തിൽ നിന്ന് മനസ്സിലാകും. അതുപോലെ ഈ പാപത്തിന് മുൻപ് ഉണ്ടായിരുന്നതായ ആ താളം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ പാപത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വലിയ വിസ്തൃതമായ നിലയിൽ വിവരണങ്ങളൊന്നും കാണുന്നില്ല. വളരെ ചുരുക്കമായി മാത്രമേ, ഉദാഹരണമായിട്ട് എത്ര കാലം അവർ ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്നു പാപമില്ലാതെ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ചില ആളുകൾ അതിന് അഭിപ്രായം പറയാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ആശ്രയിക്കത്തക്കതല്ല. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ മരണത്തെ നേരിടും, നമ്മൾ വേദന, അത് പാഠത്തിൻ്റെ പിന്നീട് വരുമ്പോൾ നമ്മളത് കാണുന്നതാണ്. ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതും അത് പാപത്തിൻ്റെ ഫലമായി ദോഷമായി ബാധിക്കുന്ന വിധത്തിലാണ് മാറിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് നമ്മുടെ മനുഷ്യ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ പൂർവികന്മാർ അനുഭവിച്ചതായ ആരോഗ്യവും സന്തോഷവും ഒന്നല്ല നമ്മളിപ്പോഴും അനുഭവിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പാസ്റ്റർ, അതുപോലെ ഈ പാപത്തിന് ശേഷം പ്രകടമായി മനുഷ്യനിൽ വന്നതായ മാറ്റം, പ്രകൃതിയിൽ വന്നതായ മാറ്റം എന്തൊക്കെയാണ്? പാപത്തിന് മുൻപ് അല്ലെങ്കിൽ സൃഷ്ടിപ്പിന് ശേഷം എല്ലാം ഒരു സമ്പൂർണതയിൽ
കാണപ്പെടുന്നുണ്ട്. എന്നാൽ പാപം പ്രവേശിച്ചതിന് ശേഷം പ്രകൃതിയിലും മനുഷ്യൻ്റെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ചെടികൾ വാടുന്നു, പുഷ്പങ്ങൾ വാടുന്നു, ഇലകൾ വാടുന്നു. അതുപോലെ പ്രകൃതിയിലുള്ളതായ സ്ഥലങ്ങൾക്ക് അല്ലെങ്കിൽ മലകൾക്ക്, പർവ്വതങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്തിന് ശേഷം. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ നഗ്നതയെ മറച്ചതായ വെള്ള വസ്ത്രം അല്ലെങ്കിൽ വെണ്മ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനുശേഷം അവർക്ക് സാധാരണ മാനുഷിക നിർമ്മിതമായിട്ടുള്ളൊരു വസ്ത്രം കൊണ്ട് അവരെ ധരിപ്പിക്കുന്ന കാണാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഉളവാക്കപ്പെടുന്നു. അവർ കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരുന്നു. വെറുപ്പ് ഉള്ളവരാകേണ്ടി വരുന്നു. വേദന അതുപോലെ മരണത്തിന് കീഴ്പ്പെട്ടു പോകുന്നു. ഇങ്ങനെയുള്ളതായ ചില മാറ്റങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉളവാകുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളൊന്നും മനുഷ്യകുലത്തിന് നല്ലതല്ല, അതെല്ലാം ദോഷത്തിനായിട്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും. പാസ്റ്റർ മാത്യു, ദൈവം 6 ദിവസം കൊണ്ട് സകലം സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ സൃഷ്ടിപ്പിൻ്റെ ഒരു പ്രധാന തീം എന്ന് പറയുന്നത് വിശുദ്ധ ശബതാണ്. കാരണം ഒന്നും സൃഷ്ടിക്കാതെ തന്നെ പ്രസിദ്ധമായ ഒരു ദിവസമാണ് ശബത്ത്. കാരണം ദൈവം സ്വസ്ഥമായിരുന്നു, മനുഷ്യന് അത് വിശ്രമിക്കാനുള്ളതായ ഒരു ദിവസമായി നൽകി. ഈ പാപത്തിന് ശേഷം ഈ ശബത്തിൻ്റെ ക്രമത്തിന്, ഒക്കറൻസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതി, മാസം എന്ന് പറയുന്നതും വർഷം എന്ന് പറയുന്നതും കണക്ക് കൂട്ടുന്നതിന് ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ് ആണ് അതിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂർ അല്ലെങ്കിൽ 365 ദിവസം എന്നൊക്കെ പറയുന്നത് ഈ ഗ്രഹങ്ങളുടെ നീക്കങ്ങളാണ് അതിന് ആധാരം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഴ്ച എന്നുള്ളത് എവിടെ ഉടലെടുത്തു എന്നുള്ളത് ഒരു ചരിത്രകാരന്മാർക്കും പറയാനൊക്കാത്ത കാര്യമാണ്. അതിൻ്റെ ഒരു ഒറിജിൻ അത് വേദപുസ്തകത്തിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 6 ദിവസം ദൈവം സൃഷ്ടിപ്പ് നടത്തി, 7-ാം ദിവസം സ്വസ്ഥനായിരുന്നു. എന്നിട്ട് അതിനെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു, വേർതിരിച്ചു നമ്മൾ ബൈബിൾ വായിക്കുകയാണ്. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അത് ആദ്യം മുതൽ ഇന്ന് വരെ മനുഷ്യൻ മാറ്റാൻ പരിശ്രമിച്ചെങ്കിലും ആഴ്ച 7 ദിവസം എന്നുള്ളതിന് ഇന്ന് വരെയും മാറ്റം സംഭവിച്ചിട്ടില്ല. പാസ്റ്റർ, എൻ്റെ സുഹൃത്തുക്കൾ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ചില പഠിതാക്കളൊക്കെ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഈ 7-ാം ദിവസം ശബത്ത് എന്ന് പറയുന്നത് ഒരു ദിവസവും, ഭൂഖണ്ഡത്തിൻ്റെ മറുഭാഗത്ത് അഥവാ അമേരിക്കയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അത് വേറൊരു സമയത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മാറ്റത്തിന് എന്താണ് കാരണം? അത് ഈ ഭൂമിയുടെ അച്ചുതണ്ടിലുള്ളതായ കറക്കമനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 12 മണിക്കൂറിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ യൂറോപ്പുമായിട്ട് ഒരു 3-4 മണിക്കൂറാണ്. ഇംഗ്ലണ്ട് ഒരു 4 മണിക്കൂർ, ഫ്രാൻസൊക്കെ ആണെങ്കിൽ ഒരു 3 മണിക്കൂറിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട്. ഏറ്റവും 12 മണിക്കൂർ, ഇപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ പറയുമെങ്കിലും അവർക്ക് ഗുഡ് ഈവനിങ് ആയിരിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായിട്ട് ശബത്ത് 12 മണിക്കൂർ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ മനുഷ്യൻ എവിടെയായിരിക്കുന്നു ആ അവൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് ശബത്ത് വരുന്നത്. അതെ, എല്ലാവർക്കും 24 മണിക്കൂർ ശബത്തുണ്ട്. അത് സൂര്യാസ്തമനം മുതൽ അടുത്ത സൂര്യാസ്തമനം വരെ കണക്കാക്കുമ്പോൾ ആ താമസിക്കുന്ന ആ ഇടത്തുള്ള ആളുകൾക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ചർച്ച വീണ്ടും തുടരേണ്ടതുണ്ട്. ഒരു ബ്രേക്കിൻ്റെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നാം മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ പാഠപഠനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ അനിൽ, ശബത്തിൻ്റെ മാറ്റം ഇന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. കാരണം വേദപുസ്തകത്തിൽ ഈ പറയുന്നതായ കാര്യങ്ങൾ അത് ഇന്ന് അനുവർത്തിക്കേണ്ടതായ ആവശ്യമില്ല, അത് പഴയ കാലത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ കാലത്തിൽ ഇങ്ങനെയാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എങ്ങനെയാണ്, അത് ശരിയാണ് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് പറയാൻ സാധിക്കും? വിശുദ്ധ ശബത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത് സൃഷ്ടിപ്പിൻ ചരിത്രത്തിലാണ്. ഈ സൃഷ്ടിപ്പിൻ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഓരോ ദിവസത്തെ കാണിക്കാൻ തക്കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് യോം എന്ന എബ്രായ വാക്കാണ്. ഈ യോം എന്നതായ എബ്രായ വാക്കിൻ്റെ അർത്ഥം 24 മണിക്കൂർ അടങ്ങുന്നതായ
ഒരു ദിവസത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാപത്തിന് ശേഷവും ഇന്ന് ഒരു ദിവസത്തിന് 24 മണിക്കൂർ നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാപത്തിന് മുൻപും ആ മണിക്കൂർ തന്നെയാണ് ഒരു ദിവസത്തെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശബത്തിന് പാപത്തിന് ശേഷം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ആ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ വിവരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. പാപസംബന്ധമായി സൃഷ്ടികളിൽ ചില മാറ്റങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട്, മനുഷ്യനിലും ചില മാറ്റങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട്. പാസ്റ്റർ, അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളതായ ക്രമം എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു ഓർഡർ, ഒരു മനുഷ്യൻ ജനിക്കുന്നു, മരിക്കുന്നത് വരെയുള്ളതായ ചിട്ടയായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ പ്രാവശ്യത്തെ പാഠഭാഗത്തിലെ മനപ്പാഠവാക്യം നമ്മൾ ഇപ്പോൾ വായിച്ച് കേൾക്കുകയുണ്ടായി. എല്ലാറ്റിനും ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട്, ഒരു കാലം ഉണ്ട് എന്ന്. അതിനോടൊപ്പം തന്നെ ശലോമോൻ ജ്ഞാനി പറഞ്ഞിങ്ങനെയാണ്, ജനിക്കുന്നതിനൊരു കാലമുണ്ട്, മരിക്കുന്നതിനും ഒരു കാലമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ചില താളങ്ങൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ജനിക്കുവാനൊരു സമയമുണ്ട്, അതിനുശേഷം വളരുന്നതിനൊരു സമയമുണ്ട്, അവൻ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആ പക്വതയിലേക്ക് വന്ന് ചേരുവാനുള്ള സമയമുണ്ട്, അതിനുശേഷം വാർദ്ധക്യത്തിലേക്കും തുടർന്ന് അവൻ്റെ ഒരു വിശ്രമത്തിലേക്കും പ്രവേശിക്കുവാനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട് എന്ന് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. പാസ്റ്റർ മാത്യു, നമ്മുടെ ശരീരത്തിൽ ചില വ്യവസ്ഥാപിതമായ ചില മെക്കാനിസം നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നാം വിചാരിച്ചാൽ പെട്ടെന്ന് മാറ്റാവുന്നതായ മെക്കാനിസംസ് അല്ല. ഈ പാപത്തിന് ശേഷം അത്തരത്തിൽ ശരീരത്തിൽ ഈ മെക്കാനിസത്തിന് എന്തെങ്കിലും വ്യതിയാനം വന്നിട്ടുണ്ടോ? നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. എന്നാൽ ഇതിനെ സർക്കാഡിയൻ ലോ എന്നൊരു റിതം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രയോഗം കേട്ടിട്ടുണ്ട്. ബോഡി ക്ലോക്സ് എന്നും പറയാറുണ്ട്. അതായത് നമ്മൾ രാവിലെ ഉണരുന്നതായ ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് എല്ലാ ദിവസവും നമ്മൾ പതിവായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 5 മണിക്ക് നമ്മൾ അലാറം വെച്ച് ഉണർന്നുകയാണെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ അലാറം കേൾക്കാതെ തന്നെ ആ സമയമാകുമ്പോൾ ഉണരും. അതൊരു ബോഡി ക്ലോക്കിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ക്രമം ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഈ പാപസംബന്ധമായി ചില മാറ്റങ്ങൾ മനുഷ്യന് വന്നിട്ടുണ്ട്. അത് നേരത്തെ പാസ്റ്റർ അനിൽ പറഞ്ഞതുപോലെ മരണം എന്ന് പറയുന്നത് പാപത്തിന് ശേഷം വന്നതായ ഒരു കാര്യമാണ്. ഈ മരണത്തിലേക്ക് നയിക്കുന്നതിന് ഈ ശരീരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും അത് ശുഷ്കിക്കുകയും അത് ശോഷിക്കുകയും പിന്നെ മനുഷ്യൻ്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥയാണ്. പക്ഷേ പാപത്തിന് മുൻപ് അത്തരത്തിലുള്ളതായ ഒരു ഏജിങ് ഫാക്ടർ മനുഷ്യനിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഏജിങ് ഫാക്ടർ ഇത്രയും കഠിനമായി മനുഷ്യനിൽ വന്ന് ഭവിക്കുന്നത്? ഇന്ന നാളിൽ നീ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ആ മരണം നമ്മിൽ പ്രവേശിച്ചു, മനുഷ്യനിൽ പ്രവേശിച്ചു. അപ്പോൾ മരണത്തിൻ്റെ ഒരു അവസ്ഥയാണ് സെല്ലുകൾ മരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സെല്ലുകൾ മരിക്കുകയും അതിന് അത്രമാത്രം നമ്പറിൽ പുതിയ സെല്ലുകൾ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിരിക്കുന്നത് തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യന് അന്ന് മുതൽ മരണമുണ്ടായി എന്ന് വേദപുസ്തകം പറയുന്നു. അതിന്നും വാസ്തവമായി മനുഷ്യരെല്ലാവരും ഭയക്കുന്നതായ മാറ്റിവെക്കാൻ കഴിയാത്തതായ ഒരു ശത്രുവായി തന്നെ മരണം ഇന്നും തുടരുകയാണ്. പാസ്റ്റർ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം സുഖമായും ശുഭമായും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചു. തൻ്റെ കുടുംബത്തിനും തൻ്റെ കുഞ്ഞുങ്ങൾക്കും തൻ്റെ ലോക വീക്ഷണത്തിനുമൊക്കെ മാറ്റം സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ളതായ മാറ്റങ്ങൾക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നാം എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? എല്ലാം ഒരു വിധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഭംഗിയായി എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ സമയത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഒരു കുട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹോസ്റ്റലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് വിദൂര ഇതങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരു അപകടം, അല്ലെങ്കിൽ ഒരു വീടിന് തീ പിടിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് രോഗത്തിൽ ശയ്യാവലംബിയാകുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരു മരണം നേരിടുന്നു. ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾക്ക് മനുഷ്യന് നിയന്ത്രണമില്ല. ഇയ്യോബിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 1-2 വാക്യങ്ങൾ വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീട്ടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു.
അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് ഒരു പ്രകൃതിക്ഷോഭം, എല്ലാവരെയും ബാധിക്കുന്ന, ആ ദേശത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രകൃതിക്ഷോഭമാണോ സംഭവിച്ചത്, പ്രത്യേകിച്ച് ഈ ഒരു ഭവനത്തിൽ മാത്രമാണോ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ സാത്താൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായി എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായത്. അവൻ്റെ വസ്തുവകൾ നഷ്ടപ്പെട്ടു പോയി, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി, കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. കൂടാതെ അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതായ ഭാര്യയുടെ സപ്പോർട്ടും അവന് നഷ്ടപ്പെട്ടു പോയി. വലിയ ഒരു മാറ്റമാണ് യോബിൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. എന്നാൽ അതിൻ്റെ പുറകിൽ, തിരശ്ശീലയ്ക്ക് പുറകിൽ എന്താണ് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് യോബിന് യാതൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇത്തരത്തിലുള്ളതായ അവസ്ഥകൾക്ക് നാം ഒരുക്കമുള്ളവരായിരിക്കണം എന്ന ഒരു ചിന്തയാണ് ഈ പാഠത്തിലൂടെ നമുക്കും ലഭിക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായി എന്തും മനുഷ്യജീവിതത്തിൽ സംഭവിക്കാം. നാം അത് സ്വീകരിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ അനിൽ, നമ്മൾ ജീവിതത്തിൽ വരുന്നതായ അപ്രതീക്ഷിതമായ നിമിഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്തത്. ഇങ്ങനെയുള്ളതായ അപ്രതീക്ഷിതമായ സംഭവങ്ങളെ നമുക്ക് എങ്ങനെ വിശ്വാസവർദ്ധനയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ഈ ഭൂമിയിൽ നാം ഏവരും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അത് നനയ്ക്കാതെ അപ്രതീക്ഷിതമായി അസാധാരണ സംഭവങ്ങളായി ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പല സമയങ്ങളായിട്ട് കടന്നു വരുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ അരുമരക്ഷകനാകുന്ന കർത്താവ് യേശുക്രിസ്തുവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതേ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയതായ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വലിയവനായ കർത്താവ് മുൻകൂട്ടി ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നു, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം അത്രേ എന്ന് മറ്റൊരു ലേഖനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ കഷ്ടങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാനുള്ളതായ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമാകുന്ന യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ഈ പ്രതിസന്ധികളെ പൂർണ്ണമായിട്ടും അഭിമുഖീകരിക്കുവാൻ, തരണം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് സാധിക്കും. പാസ്റ്റർ, അതുപോലെ നമ്മൾ യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ കായീൻ്റെയും ജോസഫിൻ്റെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ അപ്രതീക്ഷിതമായ സംഭവങ്ങളുണ്ടായി. അത് നമ്മുടെ നമുക്കുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് അത് കാണിക്കുന്നത്? ഹാബേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാവുന്നത് ആദ്യത്തെ കൊലപാതകമാണിത്. ആദാമും ഹവ്വയും ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ മരിച്ച് അവർ കാണുന്നത്. ഇത് സംഭവിക്കുന്നത് അതിനപ്പുറത്തൊരർത്ഥം അതിലുണ്ട്. അതൊരു കുടുംബ വഴക്കല്ല, വസ്തുതർക്കത്തിലുള്ളതായ മരണമല്ല, പിന്നെയോ അത് ഒരു റിലീജിയസ് മാർട്ടർഡം ആണ്. അതായത് ആദ്യത്തെ വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിയാണ് ഈ ഹാബേൽ എന്ന് പറയുന്നത്. അവർ തമ്മിലുണ്ടായിരുന്ന ആ ഇഷ്യൂ എന്ന് പറയുന്നത് വിശ്വാസ സംബന്ധമായ വിഷയത്തിലാണ്. അതിലാണ് ആദ്യത്തെ രക്തസാക്ഷി ഹാബേൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിലും ജോസഫ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദൈവം കണ്ടതായ ആ തരത്തിലേക്ക് ജോസഫിനെ ഉയർത്തേണ്ടതിന് ദൈവം പല ഘട്ടങ്ങളിലൂടെ ജോസഫിനെ കടത്തിവിടുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അതെ അതെ, തീർച്ചയായിട്ടും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ളതായ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ പ്രത്യാശ അതാണ്, ദൈവം നമുക്കൊരു ശുഭഭാവി കരുതിയിട്ടുണ്ട് എന്നതായ ഒരു പ്രത്യാശ. പാസ്റ്റർ അനിൽ, മാറ്റം എപ്പോഴും നല്ലതിനായിരിക്കില്ല എന്ന് നമുക്കറിയാം. ചില മാറ്റങ്ങൾ അത് പ്രയാസത്തിലേക്കും കഷ്ടതയിലേക്കും കൂടുതൽ നമ്മെ നയിക്കുന്നതിനായിരിക്കും. പക്ഷേ പൗലൂസിൻ്റെ മാറ്റം തീർച്ചയായിട്ടും അത് നന്മയ്ക്കായിട്ട് ഭവിച്ചു. എന്തുകൊണ്ടാണ് പൗലൂസിൻ്റെ മാറ്റം അത്തരത്തിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തിന് തന്നെ ഏറ്റവും ഒരു അനുഗ്രഹമായി തീർന്നത്? അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രം വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരായിരുന്നു അപ്പോസ്തലനായ പൗലോസ്? കർത്താവ് യേശുക്രിസ്തുവിനെ ഡെമസ്കോസിലേക്കുള്ള യാത്ര സമയം കണ്ടെത്തുന്നവരെയും അപ്പോസ്തലനായ പൗലോസ് സഭയെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിനുശേഷം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം
ഒരു വലിയൊരു മാറ്റത്തിലേക്ക് വന്നു ചേരുകയാണ്. ഇവിടെ ജാതികളുടെ ഇടയിൽ സുവിശേഷകനായി അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു പാത്രവാഹകനായി ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഭയെ ഉപദ്രവിച്ചതിനേക്കാൾ ഉപരി വളരെയേറെ കഷ്ടങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ ദൂത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശം ഈ ലോകം അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ നൽകുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിനെ മാറ്റിമറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ആ മാറ്റം അത് അപ്പോസ്തലനായ പൗലോസിനും ശേഷം ഉണ്ടായതായ സകല വിശ്വാസികൾക്കും അനുഗ്രഹമായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പാസ്റ്റർ, അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും റോമർക്ക് എഴുതിയ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി നാം എപ്രകാരം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം, ഈ മനുഷ്യരുമായ ഇടപെടലുകൾ എപ്രകാരം അത് ആരോഗ്യകരമായി തീർക്കണമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താണ് പറയുന്നത്? റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർ 1:6 ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൗലോസിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വലിയ നാടകീയമായ ഒരു മാറ്റം, ഡ്രമാറ്റിക് ചേഞ്ചാണ് സംഭവിച്ചത്. നമുക്കെല്ലാവർക്കും ഒരു മാറ്റത്തിൻ്റെ അനുഭവമുണ്ട്. പൗലോസിനെ പോലുള്ള അത്ര വലിയൊരു ഡ്രമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു മാറ്റത്തിൻ്റെ കഥയുണ്ട്. ആ മാറ്റത്തിൻ്റെ കഥയെന്ന് പറയുന്നത് രക്ഷയിലേക്കുള്ള മാറ്റമാണ്. രക്ഷിക്കപ്പെടുക അത് ജീവിതത്തിൽ വലിയൊരു വ്യതിയാനമാണ് വരുത്തുന്നത്. അത് നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണ്. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ പാഠത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ളതായ ഇടപെടലുകൾ അതെപ്രകാരം ആരോഗ്യകരമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരുമായിട്ടുള്ളതായ ഇടപെടലുകൾ കൊണ്ട് അത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് പറയുന്നത്? നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ആ ക്രിസ്തീയമായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, നന്മയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു ഇൻഫ്ലുവൻസ്. അത് മറ്റുള്ളവരത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിന് ഒരു നന്മയിലേക്ക് തിരിഞ്ഞില്ലെങ്കിലും അവർക്ക് ഒരു പ്രേരക ശക്തിയായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. ഓക്കെ, ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുകയാണ്, ഒരു അഡ്വന്റിസ്റ്റ് വിശ്വാസിയാണ്, ആഭരണം ധരിക്കുന്നില്ല, കാപ്പി ചായ കഴിക്കുന്നില്ല, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം. അവർ മറ്റുള്ളവരൊക്കെ അത് കണ്ട് ചിരിക്കുക, പരിഹസിക്കുക. എന്നാൽ ഒരവസരത്തിൽ, ഒരു ബുദ്ധിമുട്ടിലായ അവസരത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി നിൻ്റെ യേശുവിനോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞ ഒരവസ്ഥയെക്കുറിച്ച് ഒരാൾ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ മറ്റുള്ളവർ പക്ഷെങ്കിൽ ഇന്നസെൻ്റായിട്ടായിരിക്കും ഇങ്ങനെ ചിരിക്കുന്നത് എങ്കിലും നമ്മളുടെ മതത്തെ, നമ്മളുടെ വിശ്വാസത്തെ, നമ്മളുടെ ഉറപ്പിനെ മറ്റുള്ളവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആ റിലീജിയസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാസ്റ്റർ അനിൽ, ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ ഒരു കാതലായ ഭാഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് ഏതൊരു മനുഷ്യനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ മാറ്റം എപ്രകാരമാണ് ക്രിസ്തുവിലൂടെ ഒരു മനുഷ്യന് സംഭവിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതായ സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അനേകർക്ക് ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അനേകർ യേശുവിനെ കാണുവാനുള്ളൊരു അതിയായ വാഞ്ചയോടും ആഗ്രഹത്തോടും യേശുവിനെ അന്വേഷിച്ച് വരുന്നതിനെക്കുറിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തുവിലാകുന്ന നമ്മളും ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന ഒരടിസ്ഥാന ഉപദേശം കർത്താവ് നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നാം ഒരു സാമൂഹ്യ ജീവികളായി നാം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടും ക്രിസ്തുവിൻ്റെ അനുയായികളായി വിളിക്കപ്പെട്ടതുകൊണ്ട് നാം ക്രിസ്തുവിനെ പോലെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു ഉപകരണമായി തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിനെ പോലെ ഒരു ജീവിതം, ഒരു പെരുമാറ്റം, സംസാരം, ഒരു ജീവിതശൈലി, സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനേകരെ മാറ്റിമറിക്കുന്നതിന്, അനേകർ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിന് അത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു പൂർവ്വകാലങ്ങളിൽ അനേകരെ മാറ്റിയിട്ടുണ്ട്. ഇന്നും കർത്താവായ യേശു ക്രിസ്തു അനേകരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കർത്താവിനെ അറിയുന്നവർ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ തീർച്ചയായിട്ടും നന്മയിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു ഇന്നും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഈ പാഠം ചർച്ച ചെയ്തത് ഇത് അനേകർക്ക് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. ഈ പാഠം ചർച്ച ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നതായ പാസ്റ്റർ അനിലിനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പാസ്റ്റർ മാത്യു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ദൈവനാമത്തിൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരെ മാറ്റുന്നതിലേക്ക് അവൻ ഇന്നും
വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ നാം പാഠം പഠിച്ചതുപോലെ അപ്പോസ്തലനായ പൗലൂസിനെയോ യോസെഫിനെയോ ഇയ്യോബിനെയോ മാറ്റിയതുപോലെ മാത്രമായിരിക്കില്ല. ഓരോ ലളിതവും എന്നാൽ മനുഷ്യന് വിശ്വസനീയമല്ലാത്തതായ തരത്തിലും ദൈവം ഇന്ന് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം നിങ്ങൾക്കും അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക, ആ മാറ്റം നിങ്ങൾക്ക് രുചിച്ചറിയാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.